നമ്മളെ പൂക്കട വണ്ടിമ്മ കയറിക്കുന്നുണ്ടാ അങ്ങനെ ഞങ്ങള് ഇന്ന് ഇറങ്ങാണ്. ഇന്ന് ബാംഗ്ലൂർ എത്തണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇറങ്ങണത്. 800 കിലോമീറ്റർ അത്യാവശ്യം ഓടാണ് കേട്ടോ. ഇപ്പൊ വിട്ടാൽ തന്നെ രാത്രി 10:45 ആകുമ്പോൾ എത്തുന്ന കാണുക. അതിനിടയിൽ ഫുഡ് കഴിക്കാൻ നിർത്തണം. അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട്. ഏതായാലും നോക്കാം. ഹൈവേ ആണ്, അവിടെ അടുത്ത് വഴി പോവാന്നുള്ളൊരു മൈൻഡിൽ പോവാം. ഞങ്ങൾ നിർത്തിയ റൂമിന്റെ അപ്പുറത്ത് കൊറേ ടെന്റുകൾ അടിച്ചിട്ട് അടിച്ച് കിടക്കുന്നുണ്ട് അവിടെ. ചോദ്യം എന്റെ അറിയില്ലല്ലോ. ഈ 554 കിലോമീറ്റർ ഓടാൻ കേട്ടോ നമുക്ക് ബാംഗ്ലൂർക്ക്. ഞങ്ങളിങ്ങനെ പോകുന്നതാ മഹാലക്ഷ്മി വെജ് ടോൾ പ്ലാസിന്റെ അവിടെ എത്തി. ഫുഡ് കഴിച്ചിട്ടില്ല രാവിലത്തെ. ഫുഡ് കഴിച്ചിട്ടാണെങ്കിൽ പോവാന് പെട്ടെന്ന് അടിച്ചു പോയാണ്. എങ്ങനെയോ ബാംഗ്ലൂർക്ക് എത്തിച്ചാന്നുള്ള മൈൻഡാണ്. എന്നാല് വെറുതെ വൈക്കിൽ ഇങ്ങനെ കിടക്കണ്ടല്ലോ. നോക്കാം പോയോക്കെ. ഏതായാലും ഇന്നലെ അതേമാതിരി പോകുന്ന ഏകദേശം ഒരു 100 കിലോമീറ്റർ ഡിഫറൻസ് നമ്മള് ലൊക്കേഷനിലേക്ക് എത്തില്ല. നല്ല റൂമിൽ നിന്ന് ഞങ്ങൾ ചെറുതായിട്ട് പ്ലാൻ ഒന്ന് മാറ്റിലോ എന്നുള്ള പറയുന്നുണ്ടോ. മൈസൂർക്ക് നമുക്ക് ആകെ 758 ഉള്ളൂ. 725 കിലോമീറ്റർ 700 കിലോമീറ്റർ 705 കിലോമീറ്റർ ബാംഗ്ലൂർക്ക് ഉണ്ട്. വെറുതെ ഇങ്ങോട്ട് തെറ്റി പിരിഞ്ഞു പോകുന്ന പിന്നെ ഇങ്ങോട്ട് വരണല്ലോ. മൈസൂർക്ക് തന്നെ പിന്നെയും പോകാനുള്ളത്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പ്ലാൻ. 758 കിലോമീറ്റർ 13 മണിക്കൂർ. ചായ എത്തിയില്ല വരെ ഓർഡർ ചെയ്ത സാധനങ്ങൾ എത്തിട്ടോ. പൂരി ബജി ഇത് ഇതിലുള്ളതല്ല, ഇതായിലുള്ള അങ്ങനെ പേരത്താ വിശാൽ പാവ്. നല്ല പേരൊക്കെയാണ്. ഇതിലെന്താ വെച്ചാല് മിച്ചറൊക്കെ നമ്മളെ ഇതില്ലേ വിരുന്നേർ കൊടുക്കുന്ന മിച്ചറൊക്കെ ഇട്ടാണ് സാധനം ഉണ്ടാക്കുന്നത്. ആലു പൊറോട്ട ഒന്ന് വമ്പൻ തീറ്റായി. ചായ കുടിച്ചു. നല്ല കോഫി നല്ല രസമുണ്ട്. ഇതും കുഴപ്പമില്ല. എന്താ കുഴപ്പമില്ല. സംഭവം രസമുണ്ട്. ഒരു വെറൈറ്റി കഴിക്കുമ്പോഴാണല്ലോ അവൻ്റെ നമ്മളായിട്ട് കിട്ടാത്തതാണെന്നൊക്കെ. ഇറങ്ങുന്നുണ്ട് ഇവിടെ. Kerala. Coming from Ladakh, going to Kerala. Huh? 2 months. സോളാപൂരാണല്ലോ. സോളാപൂരത്ത് കുറച്ച് ഏട്ടന്മാര് വന്ന് വായിക്കുന്ന ഉടുപ്പാണ്. എന്താണ് വൈബുള്ള ആൾക്കാരെ കാണാൻ അതിന്റെ രസം ഉണ്ടാവും. വീണ്ടും പെട്രോൾ ഇങ്ങനെ ഫില്ലാക്കുന്നുണ്ടോ? പെട്രോളിന് ഇപ്പൊ എത്ര വില? 104 പോക്കറ്റിലൊക്കെ നിറച്ചണോ? കുളിച്ചാണോ? ചെക്കാണോ ഒന്നുണ്ട്?
പോന്ന് അങ്ങനെ ചിത്രദുർഗ് എത്തിട്ടോ. റൂം വമ്പ പണിയാണ്, കിട്ടാല്ല. പൈസ കഴിഞ്ഞടുത്തിന് റൂം ഉണ്ടേനി, അവിടെ പോയൊക്കെ ഭാഗം ഫുള്ളാണ്. അതേപോലെ ബാക്കിയുള്ള റൂമിനൊക്കെ 2200 2300 ഓയോല് വിളിച്ചിട്ട് ഓയോല് വരെ 2000 സംതിങ്ങിന്റെ റൂമേ ഉള്ളൂ, കുറഞ്ഞ റൂമില്ല. അങ്ങനെ പോകുന്നത് അവിടെ ഒരു 1000 രൂപേന്റെ റൂം പറഞ്ഞു. നോക്കി നോക്കുക. ഒന്നാമത് ദസറ മൈസൂർ നടക്കല്ലേ, ഇവിടെ കഴിഞ്ഞാൽ പിന്നെ വലിയ സിറ്റികളൊന്നും ഇല്ല, അതുകൊണ്ടൊക്കെ എനിക്ക് തിരക്കും തോന്നുന്നു. റൂം നല്ല കിട്ടിയ കിടക്കട്ടെ. നാളെ 4 നമുക്ക് നേരെ മൈസൂർ വിടട്ടോ. ഞങ്ങളങ്ങനെ ചിത്രദുർഗ് എത്തി നയിക്കും വിചാരിക്കണല്ലേ. മൊത്തത്തിൽ പ്ലാൻ അങ്ങനെ മാറി മാറി വന്ന് മൈസൂർക്ക് പ്ലാനാക്കി. ദസറ ഉണ്ടല്ലോ, ദസറ കാണാന്നുള്ളവർക്ക് ബാംഗ്ലൂർ ടച്ച് ചെയ്യാതെ മൈസൂർക്ക് റൂട്ട്. അങ്ങനെ പോന്ന് ചിത്രദുർഗ് എത്തിയപ്പോൾ ഏകദേശം രാത്രിയായി. പിന്നെ ഇപ്പോൾ വണ്ടി പോയി മൈസൂർ നിന്നിട്ട് കാര്യമില്ല, വൈകുന്നേരം വരെ വെറുതെ പോഷണം. അപ്പോൾ ഇവിടുന്ന് നാളെ പതുക്കെ നീച്ചിട്ട് പോകാന്നുള്ള മൈൻഡിലാണ് ചിത്രദുർഗ് എത്തി. ഫുഡ് കഴിക്കട്ടെ, ഫുഡ് കഴിച്ചിട്ടില്ല. ഇതായിട്ട് നമ്മൾ നിൽക്കണ റൂം വമ്പം സീനാണ് കിട്ടാനില്ല, എല്ലാം തപ്പിയിട്ടില്ല. കുറച്ചപ്പത്തിനായി ഞാൻ ഫുഡ് കഴിച്ചാൽ പോട്ടെ. ഫുഡ് കഴിക്കാൻ എത്തിയതാ മറ്റൊരു മലയാളിയുടെ വീട്ടിൽ. നിങ്ങളുടെ സ്ഥലം പറഞ്ഞ നാട്ടിലെ പരപ്പനങ്ങാടി. കഴിച്ചോളിക്കട്ടെ. ഞങ്ങള് ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് ചിക്കൻ സെപ്പറേറ്റ് വാങ്ങി, ബിരിയാണിന്റെ റൈസും വാങ്ങി. ബിരിയാണി റൈസ് ചെയ്തു അല്ലേ, നാട്ടിലത്തെ ഒരു ഫീലില്ല ബിരിയാണി. നമ്മള് ഫീൽ കിട്ടും. നൈസ് നൈസ് നൈസ്. തൈരുണ്ട്.